ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ ഇതുവരെയുള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് കമൻസിലുണ്ടാവും, സോ യു ക്യാൻ വാച്ച്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കാർട്ടോഗ്രഫിയാണ്. സോ കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് മാപ്സ്. അപ്പം മാപ്സ് ഉണ്ടാക്കുന്നത് അതൊരു ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമല്ല അല്ലേ. അതിനെക്കുറിച്ച് അറിവുള്ള പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു പഠനശാഖേനെയാണ്, സയൻസ് ഓഫ് ബ്രാഞ്ചിനെയാണ് കാർട്ടോഗ്രഫി എന്ന് പറയാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, ദ പേഴ്സൺ ഹു പ്രിപ്പയർസ് മാപ്പ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. അപ്പോൾ അത് ചെയ്യുന്ന ആ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് കാർട്ടോഗ്രാഫർ എന്നുള്ളത്. സർവേ ഓഫ് ഇന്ത്യ ഈസ് ദ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ്, വെരിഫൈയിങ് ആൻഡ് പബ്ലിഷിംഗ് മാപ്സ് ഇൻ അവർ കൺട്രി. ഇനി നമ്മുടെ രാജ്യത്ത് അത് സയൻറ്റിഫിക്കായിട്ട് ചെയ്യാൻ അവകാശമുള്ള, അല്ലെങ്കിൽ അതിന് ഇതുള്ള ഏജൻസി എന്ന് പറയുന്നത് സർവേ ഓഫ് ഇന്ത്യ ആണ്. ദെൻ ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് അറ്റ് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് അതിൻ്റെ എന്തിരിക്കുന്നത്, ആസ്ഥാനം ഉള്ളത്, സർവേ ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ അവരാണ് ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ടുള്ള മാപ്പുകൾ ഉണ്ടാക്കുകയും അതേപോലെ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ദെൻ ഇനി നമ്മൾ കേരളത്തിൻ്റെ മാപ്പ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, മുമ്പുള്ള പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സതേൺ മോസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. കേരളത്തിൻ്റെ ഏറ്റവും സൗത്ത് എന്ന് പറയുമ്പോൾ എവിടെയാണ്? താഴെയാണ് സൗത്ത്, മുകളിൽ നോർത്ത് വരും അല്ലേ. അപ്പോൾ സൗത്തിൽ വരണം. ഏറ്റവും സൗത്ത് മോസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണ്? അത് തിരുവനന്തപുരമാണ്. അടുത്തത് നോക്കൂ, നോർത്തേൺ മോസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള എന്താണ്? ഏറ്റവും മുകളിലുള്ളത് കാസർഗോഡാണ്. ദ ഡിസ്ട്രിക്ട് വിച്ച് ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് 2 സ്റ്റേറ്റ്സ്. 2 സ്റ്റേറ്റുകളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് ഏത് ജില്ലയാണെന്ന് അറിയാമോ? അത് വയനാട് ഉണ്ട് അല്ലേ. ആ വയനാടിൻ്റെ ഭാഗത്ത് നോക്കിയാൽ മതി. കർണാടകവുമായിട്ടും അതുപോലെ തമിഴ്നാടുമായിട്ടും അത് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നോക്കൂ, ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഭാരതപ്പുഴ ഫ്ലോസ്. ഭാരതപ്പുഴ എവിടുന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത് അല്ലേ. അങ്ങനെയാണ് അത് അറബിക്കടലിൽ വന്ന് ചേരുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കാണ്. ദ ഡയറക്ഷൻ ഓഫ് റെയിൽവേ ലൈൻ ഫ്രം കാസർഗോഡ് ടു തിരുവനന്തപുരം. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള റെയിൽവേ ലൈൻ എങ്ങനെയായിരിക്കും? കാസർഗോഡ് നോർത്താണ്, തിരുവനന്തപുരം സൗത്താണ്. അപ്പോൾ ഫ്രം നോർത്ത് ടു സൗത്തിലേക്ക്. ഇനി നെയ്ബറിങ് സ്റ്റേറ്റ്സ് ഓഫ് കേരള. കേരളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന മറ്റ് സ്റ്റേറ്റ് ഏതൊക്കെയാണ്? കർണാടകവും അതേപോലെ തന്നെ തമിഴ്നാടും കേരളത്തിൻ്റെ നെയ്ബറിങ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആ കൊടുത്തിരിക്കുന്ന മാപ്പിൽ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് നോക്കി ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ ചെയ്യാനുള്ളതാണ്. A4 സൈസ് കളർ കാർഡ് ഉണ്ടാക്കിയിട്ട്, അതായത് ഓരോ ജില്ലയുടെയും ഷേപ്പിൽ വെട്ടിയെടുക്കുക, പേര് എഴുതരുത് അതിൽ. അപ്പോൾ എന്നിട്ട് ആ ജില്ല കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കാൻ, അതായത് ആ പേരെന്താണ്, അതെവിടെയാണ്, അതിൻ്റെ അടുത്ത് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്, മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അപ്പോൾ കേരളത്തിൻ്റെ മാപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, അതിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. നമ്മുടെ ക്യാപിറ്റൽ ഇങ്ങനെ ഈ ഒരു ഇതിലുണ്ടാവും. അതെവിടെ നമുക്ക് കാണാം? എന്താ ഇവിടെ കാണാം, ന്യൂഡൽഹിയാണ് നമ്മുടെ ക്യാപിറ്റൽ അല്ലേ. പിന്നെ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഹെഡ് ക്വാർട്ടർ. യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുമ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അതായത് നമ്മളെപ്പോലെ സംസ്ഥാനം, ഇപ്പോൾ കേരള സംസ്ഥാനം ഭരിക്കുന്നത് കേരള ഗവൺമെൻറ് ആണ് അല്ലേ. പക്ഷെ അങ്ങനെ അല്ലാതെ തന്നെ ചില സ്ഥലങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇല്ലാതെ നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, ഡൽഹി, അവിടെ നിന്നുള്ള ഭരണമുള്ള ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. ആ ഇത്തരം സ്ഥലങ്ങളെയാണ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുക. ഓക്കെ, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ബൗണ്ടറീസ് കുറച്ച് ഡാർക്കായിട്ടുള്ള ലൈൻ കൊണ്ടും സ്റ്റേറ്റ് ബൗണ്ടറീസ് ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ കൊണ്ടും ആണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ മാപ്പ് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി നമുക്ക് അതിൻ്റെ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, കേരള ഈസ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ.
ഡു യു നോ ഹൗ മെനി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആർ ദർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സും അതേപോലെ 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട് ഇപ്പോഴത്തെ കണക്കിൽ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ്, ദെയർ ക്യാപിറ്റൽസ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെയും അതിൻ്റെ ക്യാപിറ്റലുകളുടെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും നെയിംസ്. സോ നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ 28 സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യയിൽ വരുന്നത്. അതിൽ ഓരോന്നോരോന്നായി നോക്കി നോക്കൂ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, അതിൻ്റെ ക്യാപിറ്റൽ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആന്ധ്രാപ്രദേശിൻ്റെ അമരാവതി, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, ആസാം ദിസ്പൂർ, ബീഹാർ പട്ന, ഛത്തീസ്ഗഡ് റായ്പൂർ, ഗോവ പനാജി, ഗുജറാത്ത് ഗാന്ധിനഗർ, ഹരിയാന ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംല, ജാർഖണ്ഡ് റാഞ്ചി, കർണാടക ബംഗളൂരു, കേരള തിരുവനന്തപുരം, മധ്യപ്രദേശ് ഭോപ്പാൽ, മഹാരാഷ്ട്ര മുംബൈ, മണിപ്പൂർ ഇംഫാൽ, മേഘാലയ ഷില്ലോങ്, മിസോറാം ഐസ്വാൾ, നാഗാലാൻഡ് കൊഹിമ, ഒഡീഷ ഭുവനേശ്വർ, പഞ്ചാബ് ചണ്ഡീഗഡ്, രാജസ്ഥാൻ ജയ്പൂർ, സിക്കിം ഗാംഗ്ടോക്ക്, തമിഴ്നാടു ചെന്നൈ, തെലങ്കാന ഹൈദരാബാദ്, ത്രിപുര അഗർത്തല, ഉത്തർപ്രദേശ് ലക്നൗ, ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, West Bengal, Kolkata. Okay, so these are the 28 states in India and their capitals. Next is the Union Territories of India and its capitals. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അവിടുത്തെ ക്യാപിറ്റൽ ഈസ് പോർട്ട് ബ്ലെയർ. ചണ്ഡീഗർ തന്നെയാണ് ക്യാപിറ്റൽ. ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, അതിൽ ദാമൻ ആണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെയാണ് കിടക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ആ ഇന്ത്യയുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ. അതിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൽഹി ഒരു യൂണിയൻ ടെറിട്ടറിയാണ്, അതിൻ്റെ ക്യാപിറ്റൽ ന്യൂഡൽഹി തന്നെയാണ്. ജമ്മു ആൻഡ് കാശ്മീരിന് 2 ക്യാപിറ്റലുണ്ട്. സമ്മർ ടൈമിൽ ശ്രീനഗറും വിൻ്റർ ടൈമിൽ ജമ്മു ആണ് അതിൻ്റെ ക്യാപിറ്റൽ. ലക്ഷദ്വീപ് ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ഇന്ത്യയുടെ, അതിൻ്റെ ക്യാപിറ്റൽ കവരത്തി. പുതുച്ചേരി പോണ്ടിച്ചേരി, ലഡാക്കിൻ്റെ ലേ ആണ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യാം. ഇത് മാപ്പ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മാപ്പ് നോക്കിയിട്ടാണ് നമ്മളത് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ ദ സീ ഓഫ് ദ ഈസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡിലുള്ള സീ ഏതാണ്? അത് ബേ ഓഫ് ബംഗാൾ ആണ് അല്ലേ, ബംഗാൾ ഉൾക്കടലാണ്. സീ വെസ്റ്റ് ടു ഇന്ത്യയിലെ ഏതാണ്? അറേബ്യൻ സീ, അറബിക്കടലാണ്. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയോ ന്യൂഡൽഹി ആണ്. ദ നോർത്ത് മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഏറ്റവും നോർത്ത് ഭാഗത്ത് കിടക്കുന്ന യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലഡാക്കാണ്. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് അരുണാചൽ പ്രദേശ് സിറ്റുവേറ്റഡ്, എവിടെയാണ് അരുണാചൽ പ്രദേശ് ഉള്ളത്? അത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്, നോർത്ത് ഈസ്റ്റ് അറ്റത്താണ് എന്നുള്ളത് അരുണാചൽ പ്രദേശ് ഉള്ളത്. ദെൻ നെയ്ബറിങ് കൺട്രി ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ, സൗത്ത് ഓഫ് ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രി ആയിട്ട് വരുന്നത് താഴെ കിടക്കുന്ന നമ്മുടെ നെയ്ബറിങ് കൺട്രി ഏതാണ്? അത് ശ്രീലങ്കയാണ്. പിന്നെ സൗത്ത് മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ അത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആണ്. ദെൻ നെയ്ബറിങ് കൺട്രീസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ് കുറച്ചധികം തന്നെ ഉണ്ട്. അതിലിവിടെ 2-3 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഞാൻ ലിസ്റ്റ് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് എഴുതാം കേട്ടോ. പാകിസ്ഥാൻ ഈസ് ദർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാൽദീവ്സ്, ഇതൊക്കെ നമ്മുടെ നെയ്ബറിങ് കൺട്രീസാണ്. സോ ആ ടേബിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റി പോലെ കേരളത്തിലെ ഡിസ്ട്രിക്റ്റുകളെ കുറിച്ച് പറഞ്ഞതുപോലെ ഓരോ സ്റ്റേറ്റിനെ കുറിച്ച് എഴുതാനുള്ളത് ഓരോ പീസ് എടുത്തിട്ട് അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉത്തർപ്രദേശിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതായത് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എന്തൊക്കെ പ്രത്യേകതകളാണ്, ആ സ്റ്റേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ക്യാപിറ്റൽ എന്താണ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് വാസ്കോ ഡ ഗാമയെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കതൊന്ന് വായിക്കാം. വാസ്കോ ഡ ഗാമ സെറ്റ് ഔട്ട് ഇൻ സെർച്ച് ഓഫ് ഇന്ത്യ ലീഡിങ് എ ഫ്ലീറ്റ് ഓഫ് 4 സെയിലിംഗ് ഷിപ്സ് വിത്ത് 170 സെയിലേഴ്സ് ഫ്രം ദ പോർട്ട് ഓഫ് ലിസ്ബൺ, പോർച്ചുഗൽ. അപ്പോൾ വാസ്കോ ഡ ഗാമ എവിടെ നിന്നുള്ള ആളാണ്? പോർച്ചുഗലിൽ നിന്നുള്ള ആളാണ്. സോ അദ്ദേഹം ഇന്ത്യനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനെ സെർച്ച് ചെയ്തിട്ട് ഒരു 4 കപ്പലും 170 സെയിലേഴ്സൊക്കെ ആയിട്ട് അവിടുന്ന് യാത്ര തിരിച്ചു. ഹീ ട്രാവൽഡ് സൗത്ത് ഈസ്റ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ദ വിൻഡ്സ് ആൻഡ് റീച്ച്ഡ് സൗത്ത് മോസ്റ്റ് ടിപ്പ് ഓഫ് ആഫ്രിക്ക.
അദ്ദേഹം അന്ന് മറ്റേ ഈ പായ്ക്കപ്പലാണ്, അതായത് കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ചിട്ടാണ് കപ്പലിൽ സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം എവിടെ എത്തി? ആഫ്രിക്കയുടെ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ആഫ്രിക്കയിലെത്തി. He then travelled northwards along the east coast of Africa and reached port of Malindi. With the help of monsoon winds, he reached Kapad near Calicut on the west coast of India on 20 May 1498. അങ്ങനെ അവിടുന്ന് യാത്ര തിരിച്ചിട്ട് അദ്ദേഹം എവിടെ എത്തി? മൺസൂൺ വിൻഡിൻ്റെയൊക്കെ ഹെൽപ്പിൽ അവസാനം നമ്മുടെ കേരളത്തിലെ കാപ്പാട്, കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്ത് മെയ് 20 1498 മെയ് 20 അദ്ദേഹം കാപ്പാട് എത്തിയത്. ദിസ് അഡ്വഞ്ചറസ് ജേർണി മെയ്ഡ് ബൈ വാസ്കോ ഡ ഗാമ ആൻഡ് ഹിസ് കമ്പാനിയൻസ് കവേർഡ് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഹാസ് മെയ്ഡ് എ മാർക്ക് ഇൻ ഹിസ്റ്ററി. അങ്ങനെ വാസ്കോ ഡ ഗാമയാണ് നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്ന ഒരു വിദേശി എന്ന് പറയുന്നത് മെയിനായിട്ട്. അതിനുശേഷമാണ് ബാക്കിയുള്ള ആൾക്കാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. സോ അദ്ദേഹം ട്രാവൽ ചെയ്ത റൂട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് യൂറോപ്പിൻ്റെ ഈ ഒരു അറ്റത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ആദ്യം എവിടെ എത്തി? ആഫ്രിക്കയിലെത്തി. ആഫ്രിക്കയുടെ ഇവിടെ എത്തി. അതിനുശേഷം അവിടുന്ന് വീണ്ടും ട്രാവൽ ചെയ്തിട്ട് എവിടെ എത്തിച്ചേരുന്നു? ഇന്ത്യയിൽ കേരളത്തിൻ്റെ ഭാഗത്ത് എത്തിച്ചേരുന്നു. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ട്രാവൽ റൂട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഇത് വേൾഡ് മാപ്പാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് വ്യത്യസ്ത കോണ്ടിനെൻറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കോണ്ടിനെൻറ്റുകൾ മീൻസ് ഭൂഖണ്ഡങ്ങൾ. സോ അദ്ദേഹം ട്രാവൽ ചെയ്തത് ഇതിലൂടെയാണ്? ഓഷ്യൻസിലൂടെയാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് നോക്കൂ. ത്രൂ വിച്ച് ഓഷ്യൻ ഡിഡ് വാസ്കോ ഡ ഗാമ മേക്ക് ഹിസ് വോയേജ് ആൻഡ് റീച്ച് ഇന്ത്യ ഫ്രം യൂറോപ്പ്? ഫൈൻഡ് ദീസ് ഓഷ്യൻസ് ബൈ ഒബ്സർവിങ് ദ വേൾഡ് മാപ്പ്. അദ്ദേഹം ഏതൊക്കെ സീയിലൂടെ, ഏതൊക്കെ ഓഷ്യനിലൂടെയാണ് സഞ്ചരിക്കുന്നത്? സമുദ്രത്തിലൂടെയാണ് അദ്ദേഹം വന്നത്. ആദ്യം അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലേ, അറ്റ്ലാന്റിക് ഓഷ്യൻ കവർ ചെയ്യുന്നു. അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ വന്നിട്ട് പിന്നെ എവിടെ എത്തുന്നു? ഇന്ത്യൻ ഓഷ്യനിലൂടെ വരുന്നു അല്ലേ. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെയും ഇന്ത്യൻ ഓഷ്യനിലൂടെയാണ് അദ്ദേഹം ട്രാവൽ ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെയാണെങ്കിൽ വിച്ച് ആർ ദ അതർ ഓഷ്യൻസ്? മറ്റ് കടലുകൾ ഏതൊക്കെയാണുള്ളത്? മെയിനായിട്ട് 5 സമുദ്രങ്ങളാണ് നമുക്കുള്ളത്, ഭൂമിയിൽ ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഇപ്പോൾ 2 ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക്കും ഇന്ത്യൻ ഓഷ്യനും. അതുകൂടാതെ പിന്നീടുള്ളതാണ് ആർട്ടിക് ഓഷ്യൻ, പിന്നെ പസഫിക്, സതേൺ ഓഷ്യൻ. ഈ ഭാഗത്ത് ഇവിടെ ഈ അന്റാർട്ടിക്കയുടെ ഇവിടെ ആയിട്ട് വരുന്നത് സതേൺ ഓഷ്യനാണ് കേട്ടോ. ഓക്കെ, സോ അങ്ങനെ 5 ഓഷ്യനാണ് നമ്മുടെ ഭൂമിയിൽ ഉള്ളത്. സോ അതിൻ്റെ നെയിംസ് പഠിച്ചു വയ്ക്കുക. ആർ ഓൾ ദീസ് ഓഷ്യൻസ് ലൈയിങ് ക്ലോസ് ടു ഈച്ച് അതർ? എല്ലാ ഓഷ്യൻസും ഒന്ന് ചേർന്നിട്ട് അടുത്തടുത്താണോ കിടക്കുന്നത്? അപ്പോൾ എല്ലാ ഓഷ്യൻസും ഒറ്റ ഇതിലല്ല കിടക്കുന്നതെന്നുണ്ടെങ്കിലും എല്ലാം എങ്ങനെയാണ്? ഇൻ്റർ കണക്റ്റഡ് ആണ് അല്ലേ. സോ നമുക്കതെങ്ങനെ എഴുതാം? These oceans are actually interconnected, forming a single global ocean system. They are not at all in one place, but they are all connected. ഓക്കെ, ഒരു സ്ഥലത്തല്ല എല്ലാം ഉള്ളത്, ബട്ട് എല്ലാം എന്താണ്? കണക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ലാർജസ്റ്റ് ഓഷ്യൻ. ഈ 5 എണ്ണമുള്ളതിൽ ഏറ്റവും ലാർജസ്റ്റ് ഉള്ള ഓഷ്യൻ ഏതാണ്? അത് പസഫിക് ഓഷ്യൻ ആണ്. ഓക്കെ, ദെൻ അടുത്തത്, അപ്പോൾ നമ്മൾ ഓഷ്യൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാൻഡ്, അതായത് യു സീ വാസ്റ്റ് ലാൻഡ് ഏരിയാസ് അലോങ് വിത്ത് ഓഷ്യൻസ്. അപ്പോൾ ഓഷ്യൻസിനെ കൂടാതെ നിങ്ങൾക്ക് കരഭാഗവും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു വാസ്റ്റ് സ്ട്രെച്ച് ഓഫ് ലാൻഡ് മാസ് ആർ കോൾഡ് കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ ആ വലിയ വലിയ കരഭാഗങ്ങളെയാണ് നമ്മൾ കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഗ്ലോബ് ടു ഐഡൻറ്റിഫൈ ദ കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ നമുക്ക് കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഏതൊക്കെയാണ് കോണ്ടിനെൻറ്റ്സ് വരുന്നത്? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഓക്കെ,
സോ 7 കോണ്ടിനെൻറ്റ്സ് ആണ് നമ്മുടെ ഭൂമിയിൽ ഉള്ളത്. ഇതിൽ നമ്മുടെ രാജ്യം ഇന്ത്യ ഏത് കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമാണ്? അത് ഏഷ്യയുടെ ഭാഗമാണ് അല്ലേ. നമ്മൾ ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമാണ് ഇന്ത്യ. അതേപോലെ തന്നെ ഇതിൽ ഈ 7 കോണ്ടിനെൻറ്റുള്ളതിൽ ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഏഷ്യ തന്നെയാണ്. ഓക്കെ, സോ അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വിച്ച് കോണ്ടിനെൻറ്റ് ഈസ് അവർ കൺട്രി ഇന്ത്യ എ പാർട്ട് ഓഫ്? ഏതാണ്? ഏഷ്യയാണ് അല്ലേ. മോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്. വിച്ച് കോണ്ടിനെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്? എല്ലാ കോണ്ടിനെൻറ്റ്സും കടലുമായി ചുറ്റപ്പെട്ടത്, സമുദ്രത്താൽ ചുറ്റപ്പെട്ടത് തന്നെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഓൾ കോണ്ടിനെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്. ഓക്കെ, ഇനി അടുത്തതൊരു ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളിതിൽ പെയിൻറ്റ് ചെയ്യണം അല്ലേ. അത് നിങ്ങൾക്ക് നോക്കി കൊടുക്കാൻ പറ്റും. ആഫ്രിക്ക എവിടെ വരുന്നു? ആഫ്രിക്ക എവിടെയായിട്ട് വരുന്നു? ആഫ്രിക്ക ഇവിടെയാണ്. പിന്നെ ഏഷ്യ ആണെങ്കിലോ ഏഷ്യ ഇവിടെ വരുന്നു. ഓസ്ട്രേലിയ ഈസ് ഹിയർ. പിന്നെ സൗത്ത് അമേരിക്ക എവിടെയാണ്? സൗത്ത് അമേരിക്ക സൗത്തിലാണ്. നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഇസ് ഹിയർ. യൂറോപ്പ് ഇവിടെയാണ്. അതേപോലെ നോർത്ത് അമേരിക്ക ഇവിടെയാണ് അല്ലേ. അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള കളർ ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു വർക്ക്ഷീറ്റും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. കോണ്ടിനെൻറ്റ്സ് ഫൗണ്ട് ടു ദ വെസ്റ്റ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ വെസ്റ്റ് ഭാഗത്ത് കിടക്കുന്നത് ഏതാണ്? കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണ്? അത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ഉണ്ട് അല്ലേ. അത് രണ്ടും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ വെസ്റ്റ് ഭാഗത്തായിട്ട് വരുന്നതാണ്. കോണ്ടിനെൻറ്റ് ടു ദ ഈസ്റ്റ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ട് കിടക്കുന്നത് അതേതാണ്? അത് ഓസ്ട്രേലിയ ആണ്. ദെൻ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് നമ്മൾ പറഞ്ഞു, അത് ഏഷ്യയാണ് അല്ലേ. ദ കോണ്ടിനെൻറ്റ്സ് ഫൗണ്ട് ബിറ്റ്വീൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ദ ഇന്ത്യൻ ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും ഇടയിൽ കിടക്കുന്ന കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അത് ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ആണ് അല്ലേ. ഓക്കെ, സോ അത് ഈസി അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പൊസിഷനൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതൊന്ന് വരച്ച് പഠിച്ച് വെക്കുക, ഏകദേശം ഏത് ഭാഗത്താണ് വരിക എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പാകത്തിന് ഉണ്ടാവണം. അപ്പോൾ ചിലപ്പോൾ ആ ഒരു മാപ്പ് തന്നെ കൊടുത്തിട്ട് അതിൽ മിസ്സിങ് ആയിട്ടുള്ളത് എഴുതാനൊക്കെ വേണ്ടിയിട്ട് ചോദിക്കും എക്സാമിന്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. നോക്കൂ, ഇതിൽ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റത്തേന്ന് പറയുന്നത് ഏതാണ്? സോ മാപ്സിന് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, റോളുണ്ട്. അപ്പോൾ അത് നമ്മുടെ പല കാര്യങ്ങൾക്കാണെങ്കിലും, ജിയോഗ്രഫിക്കൽ സ്റ്റഡീസിനാണെങ്കിലും, ഡിഫൻസിന്, ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്, ഇതിനെല്ലാത്തിനും ഈ മാപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് എത്തിച്ചേരാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് പോലെയുള്ള മാപ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അറിയാത്ത സ്ഥലത്ത് പോലും എത്തിച്ചേരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മാപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളോ ഒക്കെ കമൻസിൽ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.